ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഹരേ ശരണമയ്യപ്പ. സദാശിവനിൽ തുടങ്ങി ശങ്കരാചാര്യരിലെത്തി അസ്മദാചാര്യപര്യന്തം എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളിലൂടെ എന്നിലെത്തിയ ഈ സനാതന സംസ്കൃതി, ഇത് നിങ്ങളോടൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിങ്ങളുടെ ഒരു സഹോദരനായി, നിങ്ങളുടെ പ്രിയ സഹോദരനായി പറയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതിയാണ്. ജീവിതത്തിലെ 100,000 തിരക്കുകളുടെ ഇടയിലും നിങ്ങളുമായി സംവാദിക്കാൻ എനിക്ക് സാധിക്കുന്നത്. ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരു ആശ്രമത്തിലിരിക്കുന്ന ഒരു സ്വാമിജി അല്ല. എനിക്ക് കുടുംബമുണ്ട്, ഭാര്യയും മക്കളും എല്ലാവരും ഉണ്ട്. എനിക്ക് എറണാകുളത്ത് 2 ബിസിനസ് ഉണ്ട്. അപ്പോൾ ജീവിതം എന്തുകൊണ്ടും വളരെ സമ്പുഷ്ടമായി ജീവിക്കുന്നു. ഈ തിരക്കിനിടയിൽ നിങ്ങളോടൊക്കെ സംവാദിക്കാൻ എന്തിനാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ, ഞാൻ അനുഭവിക്കുന്ന ഈ ജീവിത സൗഭാഗ്യം നിങ്ങളും അനുഭവിക്കണം. അതിനാണ് ശങ്കരാചാര്യർ സാക്ഷാൽ ജഗതീശ്വരനായ പരമേശ്വരൻ തന്നെ ശങ്കരാചാര്യരായി ഇവിടെ അവതരിച്ചത്. അപ്പോൾ ഇത് പറയുമ്പോഴാണ് നല്ല അന്നപൂർണേശ്വരി സ്തോത്രം എന്ന നല്ലൊരു കൃതി ശങ്കരാചാര്യർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. എന്താണ് അന്നപൂർണേശ്വരി? ആദ്യം ഇവിടെ ശ്രദ്ധിക്കൂ, അന്നം എന്ന വാക്കിൻ്റെ അർത്ഥം പഠിക്കണം. എന്നിട്ട് ഇവിടെ നമ്മൾ തുടങ്ങാം. ശ്രദ്ധിക്കൂ, എന്താണ് അന്നം? നമ്മളെ മക്കളെയൊക്കെ ഇത് പഠിപ്പിക്കണം. ശ്രദ്ധിക്കൂ, ഏതിൽ ലയിച്ചു ചേരുന്നോ അത് മറ്റതിൻ്റെ അന്നം. അയ്യോ തിരുമേനി മനസ്സിലായില്ല. സെക്കൻഡുകൾ 60 സെക്കൻഡ് ഒരു മിനിറ്റ് ലയിച്ചു ചേരുമ്പോൾ ഈ സെക്കൻഡ് മിനിറ്റിൽ അന്നം. ഇനി 60 മിനിറ്റ് ഒരു മണിക്കൂർ ലയിച്ചു ചേരുമ്പോൾ മിനിറ്റ് മണിക്കൂറിൻ്റെ അന്നം. ഇനി 24 മണിക്കൂർ ഒരു ദിവസത്തിൽ ലയിച്ചു ചേരുമ്പോൾ ദിവസത്തിൻ്റെ അന്നം മണിക്കൂർ. അതുകൊണ്ടാണ് ദിനകരൻ എന്ന് സൂര്യന് പേര്, ഒരു ദിവസത്തെ നമുക്ക് നൽകുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ ഇപ്പം അന്നം. അപ്പോൾ പാമ്പിൻ്റെ അന്നമാണ് എന്ത്? തവള. പൂച്ചയുടെ അന്നമാണ് എന്ത്? എലി. ഇതുപോലെ ഈ ജഗതീശ്വരൻ്റെ എല്ലാ വിഭൂതികളും ജഗതീശ്വരൻ്റെ അന്നമാണ്. അപ്പോൾ ഈ അന്നപൂർണ സ്തോത്രത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ശങ്കരാചാര്യർ എന്താണ് പറയുന്നത്? ഇവിടെ ശ്രദ്ധിക്കൂ. നിത്യാനന്ദകരി വരാഭയകരി സൗന്ദര്യരത്നാകരി നിർഭൂതാഖില ഘോര പാപനകരി പ്രത്യക്ഷമാഹേശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനഗരി മാതാന്നപൂർണേശ്വരി. മാതാ അന്നപൂർണേശ്വരി. ശങ്കരാചാര്യർ നല്ലൊരു മാതൃപഞ്ചകം എഴുതിയിട്ടുണ്ട്. അസ്മത്താവുദീയം പ്രസൂതി സമയേ ദുർവാരശൂരവ്യഥ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാജ സാംവത്സരി. ഇതൊന്നും പറയാനില്ല. ഗർഭഭാരഭരണേ, ഗർഭഭാരം ഭരിച്ചത് എൻ്റെ അമ്മ എൻ്റെ ഗർഭം ഭംഗിയായി ഭരിച്ചത് കൊണ്ടാണ് എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു മാതൃപഞ്ചകം എഴുതിയ ശങ്കരാചാര്യരാണ് ഇവിടെ പറയുന്നത്. എന്ത്? നിത്യാനന്ദകരി. ഈ പാർവതി ദേവി ആരാണ് എന്ന ചോദ്യത്തിന് ശങ്കരാചാര്യർ മറുപടി പറയുകയാണ്. നിത്യാനന്ദകരി. എപ്പോഴും നമുക്ക് ജീവിതത്തിൽ
മധുരം സമ്മാനിക്കുന്നവൾ ആരാണ്? അതാണ് പാർവതീദേവി, നിത്യാനന്ദകരി. അപ്പം മധുവത് ഭൂയതേ ഇതി മധുസൂദന. എന്താണ്? വാചാമേ മധുമദ്ഭുയാസം മധു സദൃശം. മധുവിദ്യ എന്ന ഒരു വിദ്യയുണ്ട് വേദകാലഘട്ടത്തിൽ. അപ്പോൾ ഈ മധുവിനെ തന്നെ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ മധു നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ മധു ചിന്തകളിൽ വരും. അപ്പോൾ മധു ആയിരിക്കും നമ്മുടെ പ്രവൃത്തി. അപ്പോൾ വായിൽ നാക്കിൽ വരുന്ന വാക്കുകൾ മധു സദൃശം. അപ്പോൾ നമ്മുടെ ജീവിതം ഒരു തേൻകുടമായി മാറും. അപ്പോൾ നമ്മുടെ ജീവിതത്തെ തേൻകുടമാക്കി ഉയർത്താൻ അവതരിച്ച അവതാരത്തിൻ്റെ പേരാണ് ശ്രീ ശങ്കര ഭഗവത്പാദര്. ഇതുകൊണ്ടാണ് ശങ്കരാചാര്യർ പറയും നിത്യാനന്ദകരി. ടെമ്പററി നോ 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 ടെമ്പററി അല്ല, പിന്നെ പെർമനൻ്റായി പാർവതീദേവി നിത്യാനന്ദകരിയാണ്. വരാഭയകരി. നമുക്ക് ജീവിതത്തിലെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിപ്പിക്കുന്ന ചൈതന്യമാണ് പാർവതീദേവി എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെന്ത് ആഗ്രഹമുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് അനുഗ്രഹവരമായി നൽകുന്ന ചൈതന്യമാണ് ആ പാർവതീദേവി. അപ്പോൾ വരാഭയകരി, സൗന്ദര്യരത്നാകരി. ഡയമണ്ടുകൾ മാത്രമാണ്, പ്രഷ്യസ് സ്റ്റോണുകളാണ്, 24 കാരറ്റാണ് ഈ പാർവതീദേവി. സൗന്ദര്യരത്നാകരി, സർവ സൗന്ദര്യത്തിൻ്റെയും മൂർത്തിമത് ഭാവമാണ് ഈ പാർവതീദേവി. സൗന്ദര്യരത്നാകരി, നിർധൂതാഖില ഘോര പാപനഗരി. ഇവിടെ ശ്രദ്ധിക്കൂ, നിർധൂത അഖില പാപ നികരി. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്ന ഈ മാതൃവാത്സല്യമാണ് പാർവതി. നിർധൂതാഖില, എത്ര കൊടും ദുഃഖമായാലും ആ ദുഃഖത്തെ ഇല്ലാതാക്കി സന്തോഷത്തെ നിത്യാനന്ദകരി, വരാഭയകരി, സൗന്ദര്യരത്നാകരി, നിർധൂതാഖില ഘോര പാപ നികരി എല്ലാം ഇല്ലാതാക്കുന്ന പ്രത്യക്ഷമാഹേശ്വരി. എന്ത്? പ്രത്യക്ഷം, എൻ്റെ മുമ്പിൽ എനിക്ക് കാണാൻ സാധിക്കുന്ന മഹാ ഈശ്വരിയാണ്, പരമേശ്വരിയാണ്. അപ്പോൾ കണ്ണുകൊണ്ട് കാണാനും ചെവി കൊണ്ട് കേൾക്കാനും മൂക്കുകൊണ്ട് ഘ്രാണിക്കാനും നാക്കുകൊണ്ട് രുചിക്കാനും ശബ്ദസ്പർശ രസരൂപഗന്ധാദികളിലൂടെ എനിക്കനുഭവിക്കാൻ സാധിക്കുന്ന മഹേശ്വരി, അന്നപൂർണേശ്വരി. ഇതാണ് പ്രത്യക്ഷ മാഹേശ്വരി. പാലേയാചല വംശ പാപനഗരി. പാലേയാചല വംശ പാപ നികരി. പാലേയാചല വംശ പാപ നഗരി. കാശീപുരാധീശ്വരി. ശ്രദ്ധിക്കണം, ഹിമവൽ വംശ ജനനി പാർവതി. അപ്പോൾ നമുക്കിത് കൃത്യമായിട്ട് പറയുന്നത് വേദങ്ങളിലോട്ട് പോകണം. അപ്പോൾ ജ്ഞാനപർവ്വതനന്ദിനി ഇതി പാർവതി. ജ്ഞാനമാകുന്ന ഹിമവൽ സാനുവിൻ്റെ മകളാണ് പാർവതി. അപ്പോൾ ഈ പാർവതീദേവിയെ നമ്മുടെ അമ്മയാണ്. ഈ പാർവതീദേവിയുടെ ഉപാസന കൊണ്ട് നമുക്ക് ജ്ഞാനം വരുമ്പോൾ സർവ്വ ദുഃഖങ്ങളും മാറിക്കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ആ പാർവതി ആരാണ്? കാശി പുരാധീശ്വരി. കാശിയുടെ അധീശ്വരിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ. ഇപ്പോൾ എൻ്റെ സഹോദരിയുടെ മകൻ ഒരു മാസം കാശിയിൽ, അവിടെ അങ്ങനെ കാശി, ബദ്രീനാഥ്, പിന്നെ കുംഭമേള, ഇവിടെ എല്ലാത്തിലും പോയി അവിടെ നിന്നൊരു പ്രസാദമായിട്ട് എനിക്ക് കൊണ്ടുതന്നതാണ് ഈ രുദ്രാക്ഷം. എന്നിട്ട് പറഞ്ഞു, അമ്മാവ നമുക്കിതൊന്നും അറിയില്ല കേട്ടോ, കുട്ടികൾക്കാണ് ക്യാച്ച് ദം യങ് ആൻഡ് ടീച്ച് ദം ആണ് എൻ്റെ ഗുരുവിൻ്റെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പഠിപ്പിച്ചത്. യവൻ പറയുന്നു ആ കാശി മുഴുവൻ ശിവനാണെന്ന്. ശ്രദ്ധിക്കണു, ഈ കാശി മുഴുവൻ ശിവനാണെന്ന് അവിടെ പോയി 30 ദിവസം ഭജനമിരുന്ന് എൻ്റെ സഹോദരി പുത്രൻ എന്നെ പഠിപ്പിച്ചു. ആ കാശി വിശ്വനാഥൻ്റെ
കാശി പുരാ അധീശ്വരി, ഇതിൻ്റെ എല്ലാം സുപ്രീമാണ് അന്നപൂർണേശ്വരി. ശങ്കരാചാര്യർ പറഞ്ഞതാണ്, എൻ്റെ അനന്തരവൻ പറഞ്ഞതാണ്. ഇവർ അനുഭവത്തിൽ നിന്ന് ഇവർ പോയി കണ്ടിട്ടാണ്. പശ്യന്തി, കണ്ടു കണ്ടു കണ്ടു. അനന്തരവൻ കണ്ടിട്ട് അതിൻ്റെ പ്രതീകമായി കൊണ്ടു തന്നതാണ് എനിക്കിത്. ശങ്കരാചാര്യർ കണ്ടു. ഏത്? കാശിയുടെ അധിപനായ പരമേശ്വരൻ്റെ അധിപതിയാണ് കാശി പുരാധീശ്വരി. ഇങ്ങനെയുള്ള പാർവതിയോടാണ് ഭിക്ഷാം ദേഹി, ഭിക്ഷയാചിക്കുന്നത്. കൃപാവലംബനഗരി. കൃപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് നമ്മുടെ കൂട്ടുകാരികളോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് എന്താണ്? അതാണ് കൃപ. നമ്മുടെ കൂട്ടുകാരികൾക്ക് നമ്മളോടുള്ള സ്നേഹം എന്താണ്? അതാണ് കൃപ. നമ്മളെ അമ്മയോട് നമുക്കുള്ള സ്നേഹം എന്താണ്? അതാണ് കൃപ. നമ്മുടെ ഭാര്യയോട് നമുക്കുള്ള ബോണ്ടേജ് എന്താണ്? അതാണ് കൃപ. നമ്മുടെ അച്ഛനോടും അമ്മയോടും, അച്ഛനും അമ്മയ്ക്കും നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇതാണ് കൃപ. ശ്രദ്ധിക്കൂ, ഇതാണ് പാർവതീദേവിയോട് ചോദിക്കുന്നത്. ഭിക്ഷാം ദേഹി കൃപാവലംബനഗരി. അമ്മേ, അമ്മേ മാതന്നപൂർണേശ്വരി, അമ്മേ എനിക്ക് ഭിക്ഷ തരൂ, എനിക്ക് ജ്ഞാനഭിക്ഷ തരൂ, എനിക്ക് കഴിക്കാനുള്ള ചോറ് തരൂ, എനിക്ക് അന്നം തരൂ. മാതന്നപൂർണേശ്വരി. വാഗർത്ത പിവസംവൃത്തോ വാഗർത്ത പ്രതിപത്തേ ജഗത പിതരോ വന്ദേ പാർവതി പരമേശ്വര. ജഗത്തിൻ്റെ മുഴുവൻ മാതാവും പിതാവുമായ ഹേ പരമേശ്വര, അങ്ങനെയുള്ള ജഗത്തിൻ്റെ മാതാവായ ഹേ പാർവതി, ഭിക്ഷാം ദേഹി കൃപാവലംബനഗരി മാതന്നപൂർണേശ്വരി. അങ്ങനെയുള്ള അന്നപൂർണേശ്വരി ദേവി. ഇതാണ്, ശ്രദ്ധിക്കൂ, ഒന്നാമത്തെ ശ്ലോകം എന്താണ്? നിത്യാനന്ദഗരി വരാഭയഗരി സൗന്ദര്യരത്നാകരി നിർധൂതാഖില ഘോര പാപനഗരി പ്രത്യക്ഷ മാഹേശ്വരി പ്രാലേയാചല വംശ പാപനികരി കാശീപുരാധീശ്വരി ഭിക്ഷാം ദേഹി കൃപാവലംബനഗരി മാതന്നപൂർണേശ്വരി. ഇങ്ങനെ തുടങ്ങുന്നു ഒന്നാമത്തെ ശ്ലോകം. തുടർന്ന് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. അതിനു മുന്നേ നമുക്ക് ആ 11ാമത്തെ, ഇങ്ങനെ 10 ശ്ലോകം, 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യസിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. ഹേ അന്നപൂർണേ, പ്രപഞ്ചത്തിന് മുഴുവൻ അന്നമായി ഭവിക്കുന്ന, അന്നമൂട്ടുന്ന അന്നപൂർണേശ്വരി. ശ്രദ്ധിക്കണം, ഈ അന്നപൂർണേശ്വരി മാത്രമാണ് സദാപൂർണേ, എപ്പോഴും സമ്പൂർണമായിട്ടുള്ളത്. എന്താണോ ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായം. ഇതാണ് സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ. പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വിട്ടുപോകൽ. പ്രണയനായി ഇതി പ്രാണഹ, അതാണ് പ്രാണൻ. ശങ്കരൻ്റെ പ്രാണനാണ്, വിട്ടുപോകേണ്ടവളാണ്, പക്ഷെ ഒരിക്കലും വിട്ടുപോകുന്നില്ല, വല്ലഭയാണ്. ശങ്കരാചാര്യരുടെ ബുദ്ധിയാണ്, എൻ്റെ അല്ല. വിട്ടുപോകേണ്ടത് എന്താണ്? അതൊരിക്കലും വിടാത്ത ബോണ്ടേജിൽ ഫെവിക്കുക്ക് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്, വെൽഡ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതല്ല, ശങ്കര പ്രാണ വല്ലഭയാണ്. അപ്പോൾ ശ്രദ്ധിക്കൂ, ഇവിടെ ആരാണിത്? ശങ്കരൻ്റെ പ്രാണവല്ലഭയാണ്. അപ്പോൾ ശങ്കരൻ ആരാണ്? ശ്യാം കരോതി ഇതി ശങ്കര. ശങ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്യാം കരോതി, പൂർണ്ണമായ സുഖസ്വരൂപമാണ്. അപ്പോൾ പൂർണ്ണമായ സുഖസ്വരൂപത്തിനോട് വിട്ടുപോകാതെ ഒട്ടിച്ചേർന്നിരിക്കുന്ന പൂർണ്ണ സച്ചിദാനന്ദമായ ഹേ പാർവതി, ശ്രദ്ധിക്കണം, ഇനിയാണ് ഈ അന്നപൂർണേശ്വരി. നിങ്ങൾ ഇതുവരെ കാണാത്ത അന്നപൂർണേശ്വരിയാണ് ശങ്കരാചാര്യരെ പഠിപ്പിക്കുന്നത്. അല്ലാണ്ട് ഭിക്ഷ അന്നം തരുന്ന, അരി ചോറ് മാത്രം തരുന്നതല്ല. ജ്ഞാനവൈരാഗ്യസിദ്ധ്യാർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി. ഹേ പാർവതി ദേവി, ശങ്കരനോട് പിടിച്ച് പറിച്ച് എനിക്ക് ഭിക്ഷ തരണം. എന്ത്? ജ്ഞാനവൈരാഗ്യസിദ്ധ്യാർത്ഥം. എനിക്ക് അർത്ഥം എന്താണ് തരേണ്ടത്? ജ്ഞാനം. എന്ത് ജ്ഞാനം? പാകിസ്ഥാനിലെ ജ്ഞാനമാണോ? അല്ല. ചൈനയിലെ ജ്ഞാനമാണോ? അല്ല. പിന്നെ എന്നെക്കുറിച്ചുള്ള ആത്മജ്ഞാനം.
അദ്വൈത വേദാന്തം ശങ്കരാചാര്യർ എന്നെ പഠിപ്പിക്കുന്നു, ഞാൻ പഠിക്കുന്നു, ഞാനിത് നിങ്ങളോട് പറയുന്നു. ആ ജ്ഞാനമാണ് ആത്മജ്ഞാനം, ജ്ഞാന വൈരാഗ്യ സിദ്ധാർത്ഥം. തിരുമേനി അതെനിക്കുണ്ട്, അതെനിയിപ്പോൾ ആദ്യം തരണ്ട. എന്ത് വൈരാഗ്യം? എനിക്ക് നല്ലോണം വൈരാഗ്യമുണ്ട്. ഏത്? ഭാര്യയോട് വൈരാഗ്യം, ഭർത്താവിനോട് വൈരാഗ്യം, കുഞ്ഞുങ്ങളോട് വൈരാഗ്യം, എല്ലാവരോടും വൈരാഗ്യം എനിക്കുണ്ട്. അയ്യോ, കമ്മിറ്റിക്കാർക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യമുണ്ട്, രാഷ്ട്രങ്ങൾക്ക് പോലും വൈരാഗ്യമുണ്ട്. അതല്ല വൈരാഗ്യം. ഓ, സമ്മതിച്ചു. ശങ്കരാചാര്യർ പറയുന്ന ഈ വൈരാഗ്യം അതല്ല. ഇതിനിടെ ആരോ പറഞ്ഞു, തിരുമേനി എനിക്ക് വൈരാഗ്യം ശങ്കരാചാര്യർ പറഞ്ഞു നന്നായിട്ടുണ്ട്, പിന്നെ ജ്ഞാനമേ ഇല്ലാണ്ടുള്ളൂ എന്ന്. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഗത രാഗാഹ ഇതി വൈരാഗ്യം. വിഗതം എന്ന് പറഞ്ഞാൽ വിട്ടുപോയത്. രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടല്. എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ രാഗം വീണ്ടും വീണ്ടും തോടൂലേ. ഹലോ എടി കൂട്ടുകാരി, ദിവസം 30 പ്രാവശ്യം നമ്മൾ കൂട്ടുകാരിനെ വിളിക്കൂലേ? ആ വിളിക്കും. ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് എന്ത്? രാഗം. കൂട്ടുകാരനെ എത്ര പ്രാവശ്യം വിളിക്കും? മൊബൈൽ അതല്ലേ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്നത്. കൂട്ടുകാരനെ 360 പ്രാവശ്യമാണ് ഒരു ദിവസം വിളിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരനെ ഒന്നിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ രാഗം വീണ്ടും 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 വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ത്? രാഗം. അപ്പോൾ വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്നത് എന്താണോ, വിട്ടുപോകുന്ന ഒട്ടിച്ചേരൽ. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ അയ്യോ വേണ്ട, എനിക്കതിൽ വൈരാഗ്യമാണ്, ഞാൻ ഇന്നേവരെ കുടിച്ചിട്ടുമില്ല, എനിക്കത് വേണ്ടാതാനും. ഇങ്ങനെ അറിയാത്തൊരു കാര്യത്തെ ഉപേക്ഷിക്കുന്നത് വൈരാഗ്യം വരും. പിന്നെ നേരെ ഓപ്പോസിറ്റ്. തിരുമ്പി നമുക്ക് മസാല ദോശ കഴിക്കാം, ആര്യഭവനിൽ പോയിട്ട് പോയി കഴിക്കാം. ഒരു മസാല ദോശ കഴിച്ചു, രണ്ടാമത് ഒന്നും കൂടെ ആവാമെന്നേ 2 എണ്ണം കഴിച്ചു, ഒന്നും കൂടെ 3 മസാല ദോശ കഴിച്ചു കഴിഞ്ഞാൽ 4ാമത് വേണ്ട 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 വേണ്ട. അപ്പോൾ അതിനോട് ഇഷ്ടപ്പെട്ട് അത് തിന്ന് അതിൽ പൂർണ്ണ സംതൃപ്തി കിട്ടുമ്പോൾ അതും വൈരാഗ്യമായി മാറും. അപ്പം പിന്നെ അതിൽ വികത രാഗഹ, അതിനോടുള്ള ഇൻറ്റിമസി. എസി പെഗോയുടെ എക്കണോമിക്സ് തിയറിയാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് എസി പെഗോ. ഡിമാൻഡ് കർവ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നിർത്തി ഡിക്രീസ് ചെയ്ത് വരും. സയൻറ്റിസ്റ്റ്, എക്കണോമിക്സ്. ഇത് തന്നെയാണ് ശങ്കരാചാര്യർ ജ്ഞാന വൈരാഗ്യ സിദ്ധാർത്ഥം. ഇതാണ് ഭിക്ഷാന്തേഹീജ പാർവതി. അറിവിൻ്റെ, ഇവിടെ പാർവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിൻ്റെ ജ്ഞാനപർവ്വത നന്ദിനിയായ പാർവതി. ഇനിയാണ് ആത്മജ്ഞാനം തരുന്നത് ശങ്കരാചാര്യർ. മാതാച പാർവതീ ദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവാം ശിവഭക്താനാം സ്വദേശോ ഭുവനത്രയ. നമ്മളെ ശങ്കരാചാര്യർ അങ്ങോട്ട് ഉയർത്തുകയാണ്. എന്ത്? ആരാണ് ഞാൻ? എൻ്റെ അമ്മ, എൻ്റെ പെറ്റമ്മ ആരാണ്? എന്നെ 10 മാസം ഗർഭം ചുമന്നത് ആരാണ്? ഗർഭഭാരഭരണേ ക്ലേശസ്യ ക്ഷമൗ. അങ്ങനെയുള്ള അമ്മയ്ക്ക് ഞാനിതാ ക്ഷമ ചോദിക്കുന്നു. ആ അമ്മ, ആ പെറ്റമ്മ മാതാച പാർവതീദേവി, എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയാണ് പാർവതീദേവി. മറ്റൊരമ്മയില്ല എനിക്ക്. എൻ്റെ അമ്മ തന്നെയാണ് പാർവതീദേവി. പാർവതീദേവി തന്നെയാണ് എൻ്റെ അമ്മയായിട്ട് ഭവിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് പാർവതി മാതാച്ച. ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സെട്ര എന്ന് പറയും. ETC. മാതൃത്വം എവിടെയുണ്ടോ അത് മുഴുവനും ഈ മാതാവാണ്. അതാണ് മാതാച്ച പാർവതീദേവി. എൻ്റെ അമ്മയാണ് പാർവതീദേവി. പിതാ ദേവോ മഹേശ്വര. എൻ്റെ അച്ഛനാരാണ്? സാക്ഷാൽ പരമേശ്വരനാണ്. അപ്പോൾ മാതാവ് പാർവതീദേവിയും പിതാവ് പരമേശ്വരനും. അപ്പോൾ എൻ്റെ ബന്ധുക്കളോ? ബാന്ധവാം ശിവഭക്താനാം സ്വദേശോ ഭുവനത്രയാം. എൻ്റെ ബന്ധുക്കൾ ആരാണ്? പരമേശ്വര ബന്ധുവാണ്, ശിവഭക്തന്മാരാണ്. അന്തരാത്മാവ് ശിവനാണെന്ന് തിരിച്ചറിഞ്ഞ ശിവചൈതന്യമായ ശിവഭൂതഗണങ്ങളായ പരമേശ്വരൻ തന്നെയാണ് എൻ്റെ ബന്ധു. ബാന്ധവാം ശിവഭക്താനാം. എൻ്റെ ദേശമോ സ്വദേശോ ഭുവനത്രയ. 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് ഞാൻ. അഹം 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 അഹം. അങ്ങനെയുള്ള ഉള്ളിലുള്ള ദേഹോ ദേവാലയ ജീവയേവ സദാശിവം. ഇതിനകത്തുള്ള ജീവനാണ് സദാശിവം.
ഭഗവത്ഗീതയിൽ ഭഗവാൻ പൂർണ്ണാവതാരം എടുത്തു പറഞ്ഞില്ലേ, ക്ഷേത്രജ്ഞാൻ ജ്ഞാപിമാം വിദ്യ സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്രജ്ഞയോർ ജ്ഞാനം തസ്യ ജ്ഞാനം മതം ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം, ഇതിനകത്തുള്ളതാണ് ക്ഷേത്രജ്ഞം. അപ്പോൾ ഇതിനകത്തുള്ളതാണ് ശിവനെന്ന് തിരിച്ചറിവാണ് ഈ അന്നപൂർണേശ്വരി സ്തോത്രത്തിലൂടെ ശങ്കരാചാര്യർ നമ്മൾ പഠിപ്പിക്കുന്നു. ഇനി മറ്റേ ഇതിനകത്ത് പറയുന്നു, ക്ഷാന്തവ്യമ്മേ പരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. ഞാനിതാ ഈ അന്നപൂർണേശ്വരി സ്തോത്രത്തിൽ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ മൊത്തം പവിഴവും നേടി ജീവിതം മൃത്യോർമ്മം അമൃതത്വത്തിലോട്ട് ലയിക്കുമ്പോഴേക്കും ആർക്കെങ്കിലും ശങ്കരാചാര്യർ പറയും കൗപീനബന്ധ ഖലു ഭാഗ്യബന്ധു, എനിക്കൊരു കോണം കിട്ടിയാൽ തന്നെ പൂർണ്ണ സംതൃപ്തിയായി ശങ്കരാചാര്യർ പറയുന്നു. എന്തിനാണ് കോണം? ഞാൻ ഇന്നലെയൊക്കെ ഭിക്ഷക്ക് പോയി, അപ്പോൾ അതും ഇതൊക്കെ മേടിച്ച് തിന്നു വഴിയിന്ന്. ജാതി നീതി കുല ഗോത്ര ദൂരകൻ, ജാതി നീതിയും കുലവും ഗോത്രവും ഒന്നും നോക്കാതെ ഞാൻ കഴിച്ചു. അപ്പോൾ ചിലപ്പോൾ ഗ്യാസ് വരും. അപ്പം ഗ്യാസ് വരുമ്പോൾ ചിലപ്പോൾ അധോവായു വരും. ഈ അധോവായു പ്രകൃതിക്ക് പോലും ഡിസ്റ്റർബ് ആവാതെ ബാഡ് സ്മെല്ല് വരാതിരിക്കാൻ ഒരു കോണം മതി. പിന്നെ എൻ്റെ ലിംഗം ആർക്കെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും വല്ല മാനസികമായിട്ടുള്ള വല്ല വ്യഭിചാരവും വന്നെങ്കിലോ അതിനു വേണ്ടിയിട്ട് കൗപീനബന്ധ ഖലുഭാഗ്യബന്ധു ശങ്കരാചാര്യർ പറയുന്നു. അങ്ങനെയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് വരുന്നതാണെന്നുണ്ടെങ്കിൽ ശരണമയ്യപ്പ ശങ്കരാചാര്യർ നമ്മളെ പഠിപ്പിക്കുന്നു. ക്ഷന്തവ്യമ്മേ പരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. അങ്ങനെയുള്ള പരമേശ്വരൻ്റെ അനുഗ്രഹം, അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം നിങ്ങൾക്കും എനിക്കും എപ്പോഴും ഉണ്ടാകട്ടെ. അവസാന നിമിഷം വരെ അന്നത്തിന് ഒരു മുട്ടും വരാതെ അന്നദാന പ്രഭുവായ വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇനി ഏത് ശിവക്ഷേത്രത്തിൽ പോകുമ്പോഴും ഈ ശ്ലോകങ്ങളൊക്കെ പഠിക്കുക, ഈ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ചൊല്ലുക. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുന്നേ എല്ലാ ദിവസവും ഇത് ചൊല്ലുക, പഠിക്കുക. പറ്റുന്നില്ല എങ്കിൽ ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്ത സൂത്രം ആ യൂട്യൂബിൽ പോയിട്ട് അന്നപൂർണേശ്വരി സ്തോത്രം എന്ന് കേൾക്കും. ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് ഊണ് കഴിക്കുക. ഒരു മാസം ഒന്ന് കഴിച്ചിട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്ന സുഖം ഒന്ന് ആസ്വദിക്കൂ. അതിന് നിങ്ങൾക്കും എനിക്കും ഇടവരവാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി ശരണമയ്യപ്പ.